മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ? പാടില്ലേ? ഇനി പാടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പാടാണ്? മുറിഞ്ഞ പാടാണോ? അതോ മുഖക്കുരു വന്നതിൻ്റെ പാടാണോ? അതോ വല്ല കീറിയതിൻ്റെ പാടാണോ? അതോ അല്ലെങ്കിൽ വരഞ്ഞതിൻ്റെ പാടാണോ? അതോ എന്തെങ്കിലും പാടുപെടലാണോ? പാടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചിലരിവിടെ. മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? സത്യത്തിൽ ഈ മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്നാ പാട് കൂടുതലുണ്ടോ എന്നറിയാൻ ചോദിക്കുക. എന്താ ഈ മുസ്ലിം പെൺകുട്ടിയുടെ ഇടയിൽ ഇരിക്കുന്ന ഇത്രയ്ക്ക്? ഈ മുസ്ലിം പെൺകുട്ടിയുടെ മോന്ത കാണാൻ പാടില്ല, കോന്ത കാണാൻ പാടില്ല. എന്ത് ഈ മുസ്ലിം പെൺകുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ മുസ്ലിം പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കൂടുതലുണ്ടോ? എനിക്കിത് രണ്ടും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്തോ വേറെ പെൺകുട്ടിയാണ്, ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും പെൺകുട്ടിയല്ല. ബാക്കിയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഓണം ആഘോഷിക്കാം, എന്തുടുപ്പ് വേണേലും ഇടാം, തലമുടി കാണിക്കാം, എന്ത് വേണേൽ കാണിക്കാം, എവിടെ വേണേൽ പോയിരിക്കാം, ഈ പറഞ്ഞ പോലെ മുസ്ലിം പള്ളിക്കകത്ത് വേണേലും വന്ന് കയറാം. ഈ മുസ്ലിം പെൺകുട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മുസ്ലിം പെൺകുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കുറവുള്ളതായിട്ടാണ് കൂടുതൽ തോന്നിയേക്കുന്നത്. കാരണം ഈ മുഖമൊക്കെ മറച്ച് കിടക്കുന്നത് എന്തോ പ്രശ്നമുള്ളവരാ, ഇന്നടത്തോട്ട് കയറ്റാൻ കൊള്ളാത്തവർ എന്തോ പ്രശ്നമുള്ളവരാ, ഇവിടോട്ട് അടുപ്പിക്കാൻ പറ്റാത്ത, പൊതുസമൂഹത്തിൽ കാണിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടല്ലേ. ആരാണ് അങ്ങനെ കുഴപ്പമുണ്ടാക്കിയത്? ഈ മുസ്ലിം പെൺകുട്ടി ഒരു കുഴപ്പക്കാരിയാണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, തലമുടി കാണിക്കാൻ പറ്റത്തില്ല, മുഖം കാണിക്കാൻ പറ്റത്തില്ല, ആരും കാണണ്ട, പൊതിഞ്ഞേട്ടി എവിടെയും മാറ്റി നിർത്തേണ്ട, പെരയ്ക്കകത്ത് തന്നെ ഇരുത്തേണ്ട, എന്തോ ഒരു വൃത്തികെട്ട സാധനം പോലെ തോന്നുന്നു, പുറത്ത് കാണിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ല, എന്താണ് പ്രശ്നം? മുസ്ലിം പെൺകുട്ടി ഓണം ആഘോഷിച്ചാൽ ഓണം ഹറാമായി പോകുമോ? ഹറാമോണം. ഓണം ഹറാമാകാതിരിക്കാൻ വേണ്ടി മുസ്ലിം പെൺകുട്ടികളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് ചില മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. കാരണം പെൺകുട്ടികൾ ആഘോഷിച്ചാൽ ഓണമായി പോകും, ഓണം കോണമാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുസ്ലിം പെൺകുട്ടിയെ കൊണ്ട് ആഘോഷിപ്പിക്കരുത്. കാരണം അതെന്തോ മോശപ്പെട്ട സംഭവമാണ്, മനസ്സിലായല്ലേ? അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഹറാമാവും. പിന്നെ ചാണാവെള്ളം തളിക്കേണ്ടി വരും. മറ്റേ പള്ളിയിലൊക്കെയാണ് എന്താ വെള്ളം? ആനാം വെള്ളം, മറ്റത് ചാണകവെള്ളം, അങ്ങനെയൊക്കെ തളിക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ മറ്റേ ശുദ്ധീകരണം നടത്തേണ്ടി വരും. കാരണം മുസ്ലിം പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്, അറിയാമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുത്തൻ ഒരുത്തരൊന്നുമല്ല, കുറേ എണ്ണം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ആൺകുട്ടിക്ക് ആഘോഷിക്കാവൂ? മുസ്ലിം ആൺകുട്ടിക്ക് ആഘോഷിക്കാൻ തോന്നുന്നു. ആൺകുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ആണുങ്ങൾ. അള്ള ആണാണോ പെണ്ണാണോ? ആണ് തന്നെയല്ലേ, 100% ആണാന്ന് വിശ്വസിക്കുക, അങ്ങനെ പറ്റത്തുള്ളൂ. ദൈവം ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആർക്കും ഉത്തരം പറയാനില്ല. പണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് ആണാണോ പെണ്ണാണോ ദൈവം. അത് പിന്നെ ആണെന്നാണല്ലോ ഞങ്ങളുടെ വിചാരം. അല്ല, ഇനി പെണ്ണാണോ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നീ എങ്ങനെ ഊഹിച്ചേ ഇതാണെന്ന്? അപ്പോൾ ജെൻഡർ ന്യൂട്രലായ എന്തോ ഒരു പ്രത്യേകതരം പവറാണെന്ന് പിന്നെ പറയാൻ തുടങ്ങി. പോസിറ്റീവ് എനർജിയാണെന്ന് പറയാൻ തുടങ്ങി. എന്താണേലും അപ്പോൾ ഈ പെണ്ണുങ്ങൾ അപ്പോൾ ഇനി മുതൽ ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഊളകളാണോ, അതോ പെൺകുട്ടികളാണോ, അതോ ഓണം ആഘോഷിക്കുന്ന മറ്റു മതസ്ഥരാണോ? ഏതെങ്കിലും മറ്റു മതസ്ഥർക്ക് ഓണം ഈ മുസ്ലിം പെൺകുട്ടികൾ ആഘോഷിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ഇവർ അറിയിക്കുക. മൈ നമ്പർ ഈസ് ചെകുത്താൻ എന്ന പേജിൽ, ചെകുത്താൻ 2024 എന്ന പേജിൽ നമ്പർ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം പറയാം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നത്, മറ്റേത് രീതിയിൽ ആഘോഷിക്കുന്നത്, ജീവിതം തന്നെ ജീവിക്കുന്നത്, സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാവരും ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഞാൻ അസ്വസ്ഥനാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ്. എന്തൊരു ഗതികെട്ടവന്മാരാണ് ഇവരൊക്കെ, എന്തൊരു ഗതികെട്ടവൻ. ഇങ്ങനെ ഗതികെട്ടൊരാണ് എന്തിനാണ് നീ കാണാന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ ആണാന്ന് പറയുക. ഇതെന്തിനാണ് ഇത്? എന്തിനാ ആണിങ്ങനെ പേടിക്കുന്നത്? എന്തിനാ ഒരു പെണ്ണിനെ അങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യം എന്തായാലും? അവളെ കണ്ടാൽ ആരെന്ത് ചെയ്യാൻ? നിങ്ങൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ കാണുന്ന പോലെ അല്ലേ ഉള്ളൂ. ബാക്കി മതസ്ഥരും നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം പെണ്ണ്, ഇപ്പം മുസ്ലിങ്ങളായ ആണുങ്ങളെല്ലാം മതസ്ഥരായ പെണ്ണുങ്ങളെ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത്? നിങ്ങൾ കാണുന്ന പോലെയാണ് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം അന്യമതസ്ഥരും ആരും ആയിക്കോട്ടെ, അവരെല്ലാം മറ്റു പെണ്ണുങ്ങളെ കാണുന്നത് എന്നുള്ളൊരു ധാരണയുണ്ടോ നിങ്ങൾക്ക്? അതായത് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ആകെ വരുന്നത് ഇങ്ങനൊരു വികാരം മാത്രമാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അതുകൊണ്ടായിരിക്കണമല്ലോ മറ്റുള്ള വേറെ ഏതോ മതസ്ഥരായ ആണുങ്ങൾ, മതമാണ് പ്രശ്നം കേട്ടോ, ആണുങ്ങളല്ല വിഷയം. മുസ്ലിമായിട്ടുള്ള ആണുങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല, പക്ഷെ അമുസ്ലിമായ ആണുങ്ങൾ കാണുമ്പോൾ മുസ്ലിമായിട്ട് ആണുങ്ങളും കാണണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇനി അഥവാ മുസ്ലിങ്ങൾ കണ്ടാലും വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ അല്ലാത്തവർ കാണുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള നിങ്ങളെങ്ങനെയാണ് മറ്റു മതസ്ഥരായ പെണ്ണുങ്ങളെ കാണുന്നതെന്ന് ഈ അന്യമതസ്ഥരായ ആളുകൾ സംശയിക്കത്തില്ലേ? അല്ലേ? ഉറപ്പല്ലേ? കാരണം അവർ തന്നെ പറയുന്നത് ഈ പെണ്ണുങ്ങൾ മുഖം കൊടുക്കരുത്, മറ്റാക്കരുത്, മറിച്ചാക്കരുതെന്ന് പറയുന്ന ആരാണ്? എന്നിട്ട് അവർ നോക്കുമ്പോൾ അപ്പുറത്തുള്ള മതക്കാരായ പെൺകുട്ടികളെ എന്തുകൊണ്ട് അവർ കാണുന്നു? അവർ കണ്ണടച്ച് പിടിക്കുക, എന്താ ചെയ്യുന്നത്? അവരെ കൂടെ എല്ലാം പൊതിഞ്ഞു കൂടാനും പറ്റത്തില്ല. അവരുടെ മതമൊന്നും അങ്ങനത്തെ താല്പര്യമുള്ള മതങ്ങളൊന്നും വേറെ ഇല്ല.
അവൻ എന്തുകൊണ്ടാണ് നിന്റെ ഓർത്ത് വേറൊരുത്തും കാണരുത്, വേറെ കണ്ടു കഴിഞ്ഞാൽ അവന് കമ്പിയാവും, കാരണം എനിക്ക് ഈ കാണുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോൾ കമ്പിയാവാറുണ്ട് എന്നൊരു ധാരണയാണോ? എനിക്കറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെയാണോ കാണുന്നത്? അല്ലല്ലോ. എനിക്കൊന്ന് ഇവനൊക്കെ അങ്ങനെ കാണുന്നു തോന്നുന്നത്. ഇതും പറഞ്ഞ് നടക്കുന്നവന്മാരല്ല. എല്ലാ മുസ്ലിങ്ങളൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നവരൊന്നും അല്ല. അങ്ങനൊന്നും ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒറ്റ ഫ്രണ്ട്സും അങ്ങനെ കാണാറില്ല. വളരെ നല്ല ഡീസൻ്റായിട്ട് മാത്രം ഇടപെടുന്നവരെ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊന്ന് ഈ മുസ്ലിംമാരും മുല്ലാക്കന്മാരെന്ന് പറഞ്ഞവന്മാരില്ലേ, അവന്മാരെല്ലാ പെണ്ണുങ്ങളെ ഇങ്ങനെ കാണുന്നത്. അത് അവരിങ്ങനെ പറഞ്ഞ് നടക്കുന്നത് എല്ലാവരും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് മുടിക്കോ എല്ലാവരും ഞാൻ കയറി വല്ലതും ചെയ്താലും മദ്രസ എനിക്ക് ഓർമ്മ വരുന്നു. എനിക്ക് മദ്രസയെ പഠിപ്പിക്കണം, ഞാൻ മദ്രസയെ പഠിച്ചതാണ്, എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു, അതുകൊണ്ട് മറച്ചിടൂ, മൂടിയിടൂ, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്യും എന്നൊക്കെയാണോ അതാണോ നിൻ്റെ കുഴപ്പം? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതേ? ഇങ്ങനെയുള്ളവന്മാരെ ഇപ്പോൾ പിള്ളേരെടുത്തോട്ട് ഊക്കുന്നുണ്ട്. അതും നല്ല ഒന്നാം തരം മുസ്ലിം പിള്ളേർ, ഒന്നാം തരം നല്ല നൈസ് പിള്ളേർ, അതാണ് ഉദ്ദേശിച്ചത്. ഒന്നാം തരം ഊക്ക് അതാണ് കേട്ടോ. അല്ല ഒന്നാം തരം പിള്ളേരെന്ന് പറഞ്ഞ സാധനം ഒന്നും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യനും ഒന്നും അല്ല. നല്ല പിള്ളേർ പൊളിച്ചടുക്കുന്നുണ്ട്. ഇതൊക്കെ നിനക്ക് വേണം. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. നിന്നെയൊക്കെ ഇനി പുറത്ത് കാണുമ്പോൾ ആൾക്കാർ ഓടിക്കും. ഈ ബീച്ചിലൊക്കെ പോയി നിന്നുകൊണ്ട് കൊണയടിക്കുന്നുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ, ദൈവം ആകാശത്തിൻ്റെ അപ്പുറത്താണ്, ദൈവത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചാൽ ശരിയാത്ര, ഞങ്ങൾ പറയുന്നതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിക്കുന്ന ഊളകളൊക്കെ ഉണ്ട്. നിന്നെയൊക്കെ ഇനി ഓടിക്കും കേട്ടോ. വലിയ കൂവി ഓടിക്കുന്ന സീനൊക്കെ വരും. ഇവിടെ ഓടാന്നൊക്കെ പറയും, പോടാ മൈരേ എന്നൊക്കെ പറയും ആൾക്കാർ. പോടാ മൈരേ എന്ന് പറയുന്നത്, നിന്റെ ഒരു കോണത്തിൽ പുസ്തകം എടുത്തുകൊണ്ട് വന്നേക്കോ മൈരെ പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആൾക്കാർ പ്രതികരിക്കും. യാതൊരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും അമ്മാതിരി ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് നിങ്ങൾക്കും അറിയാം. അതിന് വേറെ ഏതെങ്കിലും ടീമിൻ്റെ അടുത്തോടെ ചെല്ലുന്ന അവന്മാർ ചിലപ്പോൾ പിടിച്ചു നിർത്തി അവർ വേറെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വിടും, കുണയ്ക്കും. മനസ്സിലായോ? അത് വെറുതെ നാണംകെടാനേ പറ്റത്തുള്ളൂ നിങ്ങളെ കൊണ്ട്. നിങ്ങൾ ഈ പൊക്കി പിടിച്ച് നടക്കുന്ന സാധനത്തിൻ്റെ വളരെ ഈസിയാണ്, ഒരു അറിയില്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിനക്കിത് വലിയ കാര്യമായിരിക്കും, ഇത് വലിയ കുണയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ പുറത്ത് കാണുന്ന ഇപ്പോൾ എനിക്കാണെങ്കിൽ മൈര് കേട്ടാൽ ഒന്നും തോന്നുന്നു പോലുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുക, എനിക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഊരി പോകത്തേ ഉള്ളൂ. നാണക്കേടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഒന്നൊരു പട്ടി വില പോലും ഞാൻ തരുന്നില്ല. മനസ്സിലായില്ലേ? ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൈരനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എന്നോടാവുന്ന വന്ന് കൊണ ചോദിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് നല്ലപോലെ പറഞ്ഞു തരാം. മനസ്സിലായി? നല്ലപോലെ വീഡിയോ കൂടെ ഓഫ് ആക്കാമെങ്കിൽ നിന്റെ പരിപാടിയാണ് തീർന്നു. അത് നല്ല രീതിയിൽ പറഞ്ഞു തരാം. വീഡിയോ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ബാക്കിയുള്ള ഇതുപോലത്തെ ആൾക്കാരുടെ കൂടി എന്നെ വല്ല തല്ലിക്കൊല്ലാനൊക്കെ വരും. അതുകൊണ്ട് അത്ര റെസ്പെക്റ്റേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാൻ ചുമ്മാ അറിയാമല്ല, ഒരു റിലീജിയനെ റെസ്പെക്ട് ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു റിലീജിയസ് ബിലീഫിനെ റെസ്പെക്ട് ചെയ്യത്തില്ല. നോ റെസ്പെക്ട് അറ്റ് ഓൾ, സീറോ. അതിന് ഒരു റെസ്പെക്റ്റും ഇല്ല. ഇന്ന മതത്തിലാണെന്ന് പറഞ്ഞാലും റെസ്പെക്ട് ചെയ്യത്തില്ല. കൊള്ളാവുന്ന ഒരാളാണ് റെസ്പെക്ട് ചെയ്യും. അതിന് അയാൾ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഏത് മതത്തിൽ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മതവും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന നോ റെസ്പെക്ട്. അതിനകത്ത് ഒരു റെസ്പെക്റ്റും തരത്തില്ല. അത് ഒരു മതത്തിനും ഇല്ല. അത് ഇന്ന മതമൊന്നും അന്ന മതമൊന്നുമില്ല. അതുകൊണ്ട് ബീച്ചിലൊന്നും വെച്ച് എന്നെ കണ്ടാൽ വന്ന് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാരണം വേറെ വല്ലവരും വന്ന് എന്നെ ആക്രമിക്കേണ്ടി വരും. ഈ മറ്റേ മോഹൻലാലിൻ്റെ ആരാധകർക്ക് വന്ന് എന്നെ പിടിച്ച പോലെ നിൻ്റെയൊക്കെ ആൾക്കാർ വന്ന് പിന്നെ എന്നെ പിടിക്കും. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എനിക്ക് ഈ മതങ്ങളെല്ലാം ഒരുപോലെ ഉള്ളൂ. അത് ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും വേറെ ഏതെങ്കിലും ജാതി ഉണ്ടെങ്കിൽ അതും എല്ലാം മതവും കൊതവും ഒരുപോലെയാണ്. മതത്തിൽ നിന്നും കൊതത്തിൽ നിന്നും വരുന്നത് തീട്ടം മാത്രമാണ്. തീട്ടവും മളിയൊക്കെ വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ മതത്തിനേക്കാൾ ഭേദം കൊതവാണ്. കാരണം കൊതം മനുഷ്യൻ്റെ മാലിന്യം പുറത്തേക്ക് തള്ളാൻ ഉള്ള ഒരു ഏരിയ, അതങ്ങനെയാണ്. മതവും അങ്ങനെ തന്നെയാണ്. തീട്ടം പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രത്യേക തീട്ട ചിന്തകൾ തള്ളുന്നൊരു സ്ഥലമാണ് മതം. അല്ലാതെ അതിൽ ഒരു ക്വാളിറ്റിയും ഒരു മതത്തിനും ഇല്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ മതവാ ഈ കൊതവാ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് കൊതത്തിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാൽ തീട്ടങ്ങളാണേലും തീട്ടം തന്നെ.